അപ്പോൾ വെൽക്കം ബാക്ക് നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കിതിൽ പേര് ആഡ് ചെയ്യാം. ന്യൂ സബ്സ്ക്രൈബേഴ്സും ന്യൂ കമൻറ്റും വന്നു. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ പേര് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഒരു മിനിറ്റ് ഇത് താത്തിങ്ങാണ്ട് ചെയ്ത് നമുക്ക് @ 050 കറക്റ്റല്ലേ നോക്കട്ടെ, ഞാൻ കറക്റ്റല്ലേ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒരു പേര് സെറ്റാക്കി. ഇനി നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് പേര് വരുന്നത് ഇത് കൊടുക്കണ്ട പുള്ളി ബ്രോ. അപ്പോൾ നമുക്ക് പേരാണ് അയച്ചത്. അപ്പോൾ ബ്രോൻ്റെ പേര് കൊടുക്കാം നമുക്ക്. അയാൻ. ഓക്കെ, അയാൻ റെഡിയാക്കി. നെക്സ്റ്റ് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ യൂട്യൂബിൻ്റെ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. റാം 10 VF. ഇതാണ് പുതിയ മെമ്പേഴ്സ്, 3 ആൾക്കാർ വന്നു. അപ്പം നിങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വില്ലേജർ ബ്രീഡർ ഇന്നലെ ഉണ്ടാക്കി. പക്ഷേ അതിലൊരു വില്ലേജറിനെ കാണാനില്ല. ഒരു വില്ലേജർ എസ്കേപ്പായി. സാരല്ല, ഇവിടെ എവിടെയായിട്ട് നമുക്കൊരു സോംബി സ്പോണർ കാണിക്കുന്നുണ്ട്. ഞാൻ ചങ്ക് ബേസ് ഒന്ന് യൂസ് ചെയ്തിരുന്നു കേട്ടോ. ചങ്ക് ബേസ് യൂസ് ചെയ്ത് ഇവിടെ എന്തൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇവിടെ ഒരു സോംബി സ്പോണർ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ കോർഡിനേറ്റ് ഞാൻ എഴുതിയെടുത്തിരുന്നു. 219 107 219 ഇവിടെ 107 ഇതാണ്. ഇത് 107 219. അപ്പം ഇതിൻ്റെ നേരെയാണ്. ഇതിൻ്റെ മേലെയല്ല താഴെ. ഇതിൻ്റെ മേലെ കയറാം. ഫസ്റ്റ് വരുന്നത് 219 107 അവിടെ. ഇതിൽ ഈ ഒരു കോർഡിനേറ്റിൽ 107 22ാമത്തെ ഹൈറ്റിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുഴിച്ച് നോക്കാം. ഡയറക്റ്റ് കുഴിച്ചാൽ ചിലപ്പോൾ മണ്ടത്തരൊക്കെ. നമുക്ക് 2 വരി കുഴിച്ചു പോകാം. മണ്ടത്തരം പറ്റാതൊക്കെ വേണ്ടി ഹാർഡ് കോറാണ്. മണ്ടത്തരം എന്നും പറ്റും. ഇതിൽ അതാണ് പ്രശ്നം. ജസ്റ്റ് ഒരു കയ്യബദ്ധം മതി ഗെയിം അവസാനിക്കാൻ. 2 ലൈൻ വെച്ച് കുഴിച്ചാൽ നമ്മൾ കൊയിഞ്ഞാടൂല ഒറ്റന്ന് പോയാലും. ടോർച്ചൊക്കെ റെഡിയാണ്. സോംബികൾ സ്പോണാകുമ്പോൾ തന്നെ ടോർച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് ചിലപ്പോൾ കയറി നമ്മൾ അടിച്ചു. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നില്ല യാതൊരു ഐഡിയ ഇല്ല. എൻ്റെ എല്ലാവിധ ഐഡിയകളും പോയി. നെക്സ്റ്റ് ആ വില്ലേജസൊക്കെ ഒന്ന് വലുതായിട്ട് വേണം നമുക്ക് ട്രേഡിങ്ങുകൾ സെറ്റാക്കാം. അതിന് കുറച്ച് ടൈം പിടിച്ചു. അമ്മമാർ വലുതായി പിന്നെ ഗെയിമിൽ AFK ഇട്ട് പോകണം. അതൊന്നും നടക്കണ പരിപാടിയില്ല. ഗെയിം ഓണാക്കി ഇട്ട് പോകണം. നോക്കട്ടെ. ഇന്ന് രാവിലെ സ്ട്രീം ചെയ്ത് കട്ടായിപ്പോയി. സ്പോണറുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇന്ന് രാവിലെ സ്ട്രീം ചെയ്തു. ഒരു 50 മിനിറ്റോളം സ്ട്രീം ചെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി എടുക്കാൻ നോക്കി, കിട്ടണില്ല. ഞാൻ ബാക്കിയുമ്പോൾ നിൽക്കുമ്പോൾ അത് വർക്കാവണില്ല. അപ്പോൾ അത് അവിടെ എൻഡ് ചെയ്തു. പിക്കാക്സ് പൊട്ടിയല്ലോ. പിക്കാക്സൊക്കെ നമ്മൾ സേഫ്റ്റിക്ക് കുറേ കൊടുന്നിക്കണ്. ഞാൻ ആരാ മോൻ. ആയിക്കോട്ടെ. അവൻ്റെ സോഡ് കണ്ടില്ലേ, അയൺ സോഡ്. എൻ്റെ കയ്യിലും കൂടി അത്ര OP ലെവൽ സോഡില്ല. അവൻ്റെ കയ്യിൽ അയൺ സോഡ്. അയൺ സോഡ് കിട്ടി. ഇവിടെ കുറച്ച് അയൺ ഉണ്ടല്ലോ, ഇത് എടുത്തുണ്ടോവാ. നമ്മൾ വന്ന കാര്യത്തിൽ നിന്ന്
എൻ്റെ സോഡ് പൊട്ടി. ഓ മൈ ഗോഡ്. എടാ ഇവിടെ ഫുള്ള് മറ്റേതാണ്, മോബാണ് ഇതിൻ്റെ ഫുള്ള്. നമുക്ക് ആ ഭാഗത്തേക്കേ പോകണ്ട, നമുക്ക് നമ്മളെ പരിപാടി നോക്കാം. ഇന്നത്തെ നമ്മൾ വെറുതെ പണി വാങ്ങണില്ല. ഞാൻ എന്താ ഇവിടെ എന്തായാലും ഫ്രീ ആയിട്ടൊരു അയൺ സോഡ് കിട്ടി, അതന്നെ നമ്മുടെ സന്തോഷം. പിന്നെ നമ്മൾ 200 സബ്സ്ക്രൈബ് തികയാൻ പോവാണ്. 2 മില്യൺ ഒന്നല്ല കേട്ടോ, 200 195 സബ്സ്ക്രൈബായി. വെറും 5 സബ്സ്ക്രൈബ് മതി, 5 സബ്സ്ക്രൈബ്. നിങ്ങൾ സബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് വെച്ചറിയാം. ഫേക്ക് ഇതിനകത്ത് 20 എത്രയാണ് കാണിച്ചത് ചോദിച്ചാൽ 22 എന്നാണ് കാണിച്ചത്. സ്പോണർ 22. ആണല്ലോ, പിന്നെന്താ തെറ്റിയത്? എന്തോ തെറ്റി, ഇതിൽ സ്പോണർ കാണാനല്ല. നമുക്ക് ഞാൻ കുയ്യ് ഇതാക്കാം, കുയ്യ് കയറി നോക്കാം, അല്ലാതെ ഇപ്പോൾ സ്പോണർ കാണാനല്ല ഇവിടെ. അയണൊക്കെ എൻ്റെ തന്നെ, അതാരതുമല്ല, ഇതൊക്കെ ഞാൻ വന്നു കാണുന്ന അയണ് ഫുൾ എടുത്തുണ്ടോവാ. എന്തെങ്കിലുമൊക്കെ ഫാം ഉണ്ടാക്കുമ്പോൾ തന്നെ ഹോപ്പറിന് ആവശ്യം വരും. ഹോപ്പറും ചെസ്റ്റൊക്കെ വേണ്ടേ? അല്ല, ഹോപ്പർ ചെസ്റ്റല്ല, ഹോപ്പർ പിസ്റ്റൺ ഉണ്ടാക്കാൻ, ഓട്ടോമാറ്റിക് ഫാമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അയൺ നല്ല ആവശ്യമാണ്. അതിനാണ് അയൺ ഫാം ഉണ്ടാക്കണം എന്നറിയുന്നത്. അതിന് 10 വില്ലേജർ വേണം അയൺ ഫാം ഉണ്ടാക്കാൻ. അതിനും കുറച്ച് ഇത് വേണം, ഹോപ്പർ. ഇവിടെ വലിയൊരു കേവാലേ, വെറുതെ പണി വാങ്ങണോ? അതിലിഷ്ടം പോലെ ആയണ്ടല്ലോ, നമ്മൾ കരുതിനൊക്കെയായി ആയുണ്ട് ഇവിടെ. എവിടെ നിന്നൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, സോംബിയുടെ സൗണ്ട്. പക്ഷേ നമ്മൾ പറ്റിക്കപ്പെട്ടു. ഞാൻ ആകെ സ്പാം ചെയ്ത് ടോർച്ച് വെച്ച് പോകും. ടോർച്ചും കഴിഞ്ഞു. അല്ല, വെറും ടോർച്ച് മാത്രമേ വെക്കണുള്ളൂ. അയാൻ പോയി കളക്ട് ചെയ്ത് ഫുഡ്. ലെസ്കോ. അവിടെ ഗോൾഡ് എടുക്കാൻ മറ്റേ ഇത് വേണ്ടേ, അയണിൻ്റെ പിക്കാക്സ്, അത് കൊണ്ടുവന്നിട്ടുമില്ല. ഞാനെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം കാണിക്കും. എപ്പോൾ വരുമ്പോഴും ഈ സ്റ്റോൺ കൊണ്ടൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. അയൺ ടൂൾസൊക്കെ മാറണം. അഞ്ച് പീസായ 5 മൊത്തം എത്രയായി? മൊത്തം 19 പീസായാണ് കിട്ടി നമുക്ക്. ഇത് പോയി കുക്ക് ചെയ്യണം, വേറെ കാര്യം. ഇവിടെ ആണല്ലോ നമ്മൾ സോംബിനെ കണ്ട്. ടോർച്ച് കഴിഞ്ഞു. ടോർച്ച് ഉണ്ടാക്കല്ലേ കോളിതാ. മരം സേഫ്റ്റിക്ക് എടുത്തുക്കണ്. കഴിഞ്ഞ മൈനിങ്ങിന് പോയതേ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ മൈനിങ്ങിന് പോയപ്പോൾ ടോർച്ചൊന്നും എടുക്കാതെ പോയത്. ചത്ത് പണ്ടാരടക്കി ഞാൻ. പടാ മൂബി, ഞാൻ പ്രോ പ്ലെയറാണ് കേട്ടോ, പ്രോ പ്ലെയർ. നമ്മളൊക്കെ ഇത് എത്ര കണ്ടിരിക്കണ്. അവിടെ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. ഞാൻ മഴ പെയ്ത ഒരു ഓട്ടേക്കരം
വാർപ്പിൻ്റെ മേലേക്ക് കുത്തിരിക്കണ്, അറിയാലോ. നേരത്തെ ചെറുതായിട്ടൊന്ന് ചാറി, അപ്പം മേത്ത് കൂടി കുറച്ച് മഴത്തുള്ളി ചാടിയപ്പോൾ ഞാനൊരു ഓട്ടല്ല, പിന്നെ കറണ്ട് ഇല്ലെന്ന്. ഈ മഴ പെയ്തതാ കുഴപ്പം, കറണ്ടില്ല. ഞാൻ വീഡിയോ രാവിലെ എടുക്കണം കരുതി. രാവിലെ എടുക്കാനായിട്ട് സമയം കിട്ടൂല, എന്തേലൊക്കെ ഒരു പണി കൂടി പോകും. ഇപ്പം ഈ രാത്രി ഇത് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ 12 മണിയാവും. ഇന്നലെ വീഡിയോ അപ്ലോഡ് ആയപ്പോൾ തന്നെ 12 മണി. ഇത് റയറാണ്, റയർ കേട്ടോ. സ്റ്റിക്കി പിസ്റ്റ് ഉണ്ടാക്കാം. എൻ്റെ രണ്ടാമത്തെ ഇതും പൊട്ടി. അവിടെ ഒരു ചോന്ന കണ്ണ് കാണുന്നുണ്ടോ? എടാ വേണ്ട. എല്ലാവർക്കും എന്നെ വന്നിങ്ങനെ തോണ്ടി വിടാൻ നല്ല റങ്കാ തോന്നുന്നുണ്ട്. പക്ഷെ തോണ്ടിക്കഴിഞ്ഞാൽ ഓലെന്നെ ചാവുകയെന്നുള്ളത് ഓൽക്കറിയില്ലല്ലോ. ഞാൻ കൈ വെച്ചുവാണെങ്കിൽ കൊല്ലും. കണ്ടോ, ചത്തു. മാറ്. എടാ, നിന്നെ പോലെയല്ല 1000 എണ്ണത്തിനെ കണ്ടവനാണ് ഞാൻ, എന്നിട്ട് എന്നെ വന്ന് തോണ്ടാൻ വരുന്നു. നമുക്ക് തൽക്കാലം കിട്ടിയ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ തിരിച്ചു പോവാം. ഇവിടെ എൻ്റെ പിക്കാക്സ് പൊട്ടിയില്ലേ, പിക്കാക്സ് ഞാൻ സേഫ്റ്റി കൊടുന്നീന്നു. എല്ലാം അയണൊക്കെ എടുത്തായി. അയണിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തേലൊക്കെ ഫാം ഉണ്ടാക്കിയാലല്ലേ, ഞാൻ ഒന്നും ഉണ്ടാക്കണമില്ല. ഡയമണ്ട് വേണം. ഡയമണ്ടിനൊരു സ്പെഷ്യൽ മൈനിങ്ങിനെ വല്ല എക്സ്ട്രാ പാക്കും ഡൗൺലോഡ് ചെയ്തിരുന്നുണ്ട് മൈനിങ്ങിന്. ഈ എക്സ്ട്രാ പാക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് എന്താ പ്രശ്നം, അല്ല എക്സ്ട്രാ പാക്കൊക്കെ ഇട്ട് പോയാൽ ലാവിയിൽ പോയി ചാടും. അതാണ്, റൈഡ് ഫാമൊന്നും ഇല്ലാതെ പരിപാടി നടക്കൂല. ചിലപ്പം മൈൻ ചെയ്ത് പോണതിൻ്റെ ഇടയിൽ ലാവി പോയി ചാടും. മേലേക്ക് കയറാം. നൈറ്റായില്ലേ, സോംബിയാൾ ഇറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് വയ്യ, എന്ത് നല്ല ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റിൽ ഇതൊക്കെ ചാടി വെച്ച് പോയാൽ മതി. സേഫ്റ്റിക്ക് ഞാൻ ഇവിടെ ഒന്ന് വെക്കട്ടെ. ഒന്നായിട്ട് ചാടി പോവാതൊക്കെ ചിലപ്പോൾ മേലേക്ക് കയറിലൊരുറ്റ തള്ളിയിടലേക്ക് വരാം വല്ല സോംബി. അപ്പോൾ അതേ കിടക്കണ് താഴേന്ന് അറിയേണ്ടി വരും. ഒന്നാമത് എങ്ങോട്ടേലും പോകണ്ടെങ്കിൽ ബെഡ് എടുക്കേണ്ടതാണ്, എടുക്കാൻ മറന്നു. അറിയാലോ ഞാൻ പൊട്ടത്തറി കാട്ടുള്ളൂ. മാറടാ, ഓടാ. വെറുതെ ആവശ്യമില്ലാതെ ഒന്ന് തോണ്ടാണ് ഈ ന്യൂബുകൾ. ഇവിടെ കടക്കൊന്നുമില്ലേ ഇതിൽ? മറ്റേ ഈ സാധനം, ഈ സാധനം എടുക്കാം. താഴെ കൊണ്ടുപോയേക്കാം. ഇതുകൊണ്ട് കുക്ക് ചെയ്താൽ പെട്ടെന്നാവും തോന്നുന്നുണ്ട്. മറ്റേ സാധാ ഫർണസിനൊക്കെ നല്ല ഫാസ്റ്റിൽ കുക്കാവും തോന്നുന്നുണ്ട്. MLG ചെയ്യാലോ, അത്രേ ഉള്ളൂ. MLG അവിടെ എൻ്റെ വില്ലേജസിനെ എടാ ഓടിക്കോ, സോംബി വരുന്നുണ്ട്. ഒന്നൊന്നല്ല 100 എണ്ണം ഉണ്ട്. 100 സോംബികൾ ഒറ്റയടിക്കൊന്ന് തന്നെ അടിച്ച് കൊല്ലാനാക്കിട്ടു. അല്ലെങ്കിൽ അവന്മാരെ തീർത്തേനെ. രണ്ട് ദിവസം ബ്രേക്ക് ചെയ്താലും നമുക്ക് വേണ്ട. ഞാൻ നാളെ എന്തേലൊക്കെ ഒരു തേങ്ങ ഇറക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പേര് വരണമെങ്കിൽ അറിയാലോ, കമൻറ്റ് ചെയ്യാട്ടില്ലേ. അപ്പോൾ നമ്മുടെ അത്രയും പേര് സെറ്റാക്കിയതിൽ ഫസ്റ്റ് തന്നെ സോറക്സ് ഗെയിമിങ്, പിന്നെ ക്ലൗൺ QE, AG
ബ്ലാ ബ്ലാ ബ്ലാ. കണ്ടം പൂച്ചണ്ട്. ബ്ലോട്ട് എയർ ബ്ലാ 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 ബ്ലാ. കിറ്റി ക്യാറ്റോ, ഇതൊക്കെ പൂച്ചൻ്റെ പേരാണ്. കണ്ടം പൂച്ചയുണ്ട്, കിറ്റി ഉണ്ട്, അയാനുണ്ട്, ഗോകുൾ ഗെയിമിങ്, റാം. പുതിയ ആൾക്കാരെ പേര് നല്ല സിമ്പിൾ പേരായതുകൊണ്ട് വായിച്ചാൻ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പേരൊന്നും വെച്ച് വായിച്ചാൻ കിട്ടുന്നില്ല. ഇവിടെയൊക്കെ നമുക്ക് നല്ല കിടലിനാക്കി എടുക്കണം. കൃഷി സെറ്റാക്കാം. നാളെ നമുക്ക് കൃഷിയിലോട്ട് ഇറങ്ങാം. ട്രേഡിങ്ങുകൾ സെറ്റാക്കണതിൻ്റെ മുന്നേ തന്നെ വലിയൊരു ക്യാരറ്റ് ഫാം എന്തെങ്കിലും ഉണ്ടാക്കാം. എന്നാൽ പിന്നെ ഫുൾ അൺലിമിറ്റഡ് കൃഷിയൊക്കെ ആയിരുന്നു ഇവിടെ. പക്ഷെ അതാണ് ഫാമൊക്കെ ചെയ്യണമൊക്കെ, ഇത് ഹാർവെസ്റ്റ് ചെയ്യാനാണ് പണി. അത് ഞാൻ തന്നെ അതൊക്കെ എന്തേലൊക്കെ ചെയ്യാം. അതൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ടാക്കാം. അല്ലാതെ എന്താല്ലേ, കൃഷി നടാനൊരു മണിക്കൂറും കൃഷി പറിച്ചാനൊരു മണിക്കൂറും. അതാണ് നടാനൊരു മണിക്കൂറും പിടിച്ചും പറിച്ചാനൊരു മണിക്കൂർ, ഈ വലിയ കൃഷിയൊക്കെ ഉണ്ടാക്കിയ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് കൃഷിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.